വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ. ഞാൻ 2 ദിവസം മുന്നേ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ സൈഡിൽ ആ പിക്ചർ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ലുക്കൊന്ന് കണ്ടാലോ. ഫസ്റ്റിൽ തന്നെ ഞാൻ അതിലത്തെ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. ഡ്രസ്സ് വന്നിട്ടുള്ളത് ഈ ഒരു നല്ലൊരു യെല്ലോ ഷെയ്ഡ് ആയിട്ടുണ്ടോ. ഇതിൻ്റെ വീനെക്കാണ് വരുന്നത്. ഇതിൻ്റെ വീനെക്ക് ഫുള്ളും നല്ല ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല ചെറിയ ചെറിയ ബീഡ്സും ഒക്കെ ആയിട്ട് നല്ലൊരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. പിന്നെ ആലിയ കട്ടാണ് വരുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആലിയ കട്ടില്ലേ, അതാണ് വരുന്നത്. ബാക്കിൽ സിബുണ്ട്. ഇത് ഇൻ്റെതല്ല, എൻ്റെ താത്താൻ്റെതാണ്. അവളത് അടിച്ച് മാറ്റി കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ പിന്നെ സിസ്റ്റേഴ്സുകൾ അങ്ങനെ ആണല്ലോ, അവളിട്ടാൽ പിന്നെ എനിക്കുള്ളതും കൂടിയാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം ഡ്രസ്സ് പോലെ നമ്മളത് ഇട്ട് കല്യാണത്തിന് ചാടി ഇളക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ദുപ്പട്ട എന്നത് നല്ല രസമുള്ളൊരു കളറുണ്ട്. അതിങ്ങനെ റെഡ് ഇതൊക്കെ വരുന്നുണ്ട്. ഒരു ചെറിയൊരു മിറർ വർക്കാണ് ഷോൾമ വരുന്നത്. അപ്പോൾ അതിൻ്റെ പാൻറ്റ് വരുന്നത്, പാൻറ്റുമ്മ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ഒരു ലൈസ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ ഡീറ്റെയിൽസ് ആയിട്ട്. പിന്നെ അതിൻ്റെ കൈമ നല്ല അത്യാവശ്യം ഒരു തിക്ക് വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, നല്ല രസമുള്ളൊരു ഹാൻഡ് വർക്ക് തന്നെയാണ്. ഇതാണ് സ്ലീവിമ വരുന്ന വർക്ക് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇട്ടിട്ടൊന്ന് ആദ്യം മേക്കപ്പ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഡ്രസ്സ് മാറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിൽ മായ പിന്നെ അവൾ ഇന്ന കൊല്ലും. അപ്പോൾ നമുക്ക് ഈ ലുക്കിലുള്ള മേക്കപ്പും ഹെയർ സ്റ്റൈലൊക്കെ നമുക്ക് ചെയ്യാം, എന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ് പ്രൊഡക്റ്റുകൾ കേട്ടോ. കറൻ്റായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് പ്ലമ്മിൻ്റെ ടോണറ്, പിന്നെ കോസാറക്സിൻ്റെ ഈ സ്നെയിൽ മ്യൂസിൻ എസൻസ്, പിന്നെ സൺസ്ക്രീന് ഇതാണ് ഡെർമാക്കോയുടെ സൺസ്ക്രീനാണ്. പിന്നെ ഇന്ന് ഞാൻ ഫേസസ് കാനഡൻ്റെ സ്ട്രോക്ക് ക്രീമും 3-in-1 ക്രീമില്ലേ, 3-in ഫൗണ്ടേഷനും മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ വരുന്നത്, ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ തേക്കുന്നത് കേട്ടോ. പിന്നെ ഇന്ന് പുതിയതായിട്ട് പ്ലമ്മിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഏതാ ഷെയ്ഡെന്ന് ചോദിച്ചാൽ കോക്ക മോക്ക, ഭയങ്കര ഷെയ്ഡാണ് ഇത്. കുറേ മുന്നേ വൈറലായിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോഴാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ മേക്കപ്പ് ലുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് അന്ന് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് മേക്കപ്പ് ലുക്ക് നമുക്ക് ചെയ്തേക്കാം. റെഡി? ഫസ്റ്റിൽ തന്നെ ഞാൻ സെറ്റാഫിൻ്റെ ക്ലാൻസർ ഇട്ടിട്ട് മുഖം നല്ല വാഷ് ചെയ്തിട്ടുണ്ട്. മുഖം എപ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കുമ്പോഴും നല്ലപോലെ വാഷ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഞാൻ ഈ കോസാറക്സിൻ്റെ ഇത് തേക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മതി. ഞാനിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ മേക്കപ്പിനൊരു ഗ്ലോ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല കേട്ടോ. ഭയങ്കര ഇതാണ്. ഇത് തേച്ചാൽ തന്നെ മുഖം നല്ലൊരു ഗ്ലോ വരും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നമുക്ക് സൺസ്ക്രീൻ കേട്ടോ. ഡെർമാക്കോയുടെ അക്വാജെൽ പോലത്തെ സൺസ്ക്രീനാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് സൺസ്ക്രീൻ തേക്കാൻ പറഞ്ഞ പോലെ തേക്കാം. ആരും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്തിട്ടോ. നമ്മൾ എന്തിട്ടില്ലെങ്കിലും സൺസ്ക്രീൻ ഇടാണ്ട് ഇപ്പോഴത്തെ വെയിലൊന്നും നമ്മൾ പുറത്ത് പോകരുത്. ഞാനിപ്പോൾ കുറച്ചായിട്ട് ഈ സൺസ്ക്രീൻ തന്നെയാണ് ഉപയോഗിക്കാറ്. നല്ല എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. കുറേ റിവ്യൂ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടത്. ഇല്ല, ഞാനൊരു മോയ്സ്ചറൈസർ ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ കഴിഞ്ഞ്. അപ്പോൾ ഫേസസ് കാനഡൻ്റെ ഈ 3-in-1 ക്രീമാണ് ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത്. ഇതിൽ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, ഫൗണ്ടേഷനും 3 അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാലും നമ്മൾ സെപ്പറേറ്റ് സൺസ്ക്രീന് ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഡ്രോപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. അതിൽക്ക് അവർ പറഞ്ഞിട്ടുള്ള സ്ട്രോക്ക് ക്രീമില്ലേ, ഫേസസ് കാനഡൻ്റെ ഈ സ്ട്രോക്ക് ക്രീം കുറച്ച് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്താൽ നമുക്ക് ഈ ഒരു കളർ കിട്ടും. അതെല്ലായിടത്തും ഇങ്ങനെ
അപ്പോൾ ഒന്ന് ഡോട്ടാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഡാർക്ക് സർക്കിൾസൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഉറക്കം കുറവാണ്, അതുകൊണ്ടൊക്കെ ആവും. ഡോട്ടിടാനുള്ള സ്ഥലത്തൊക്കെ നോക്കിയിട്ട് നന്നായി ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ അത് നമ്മളെ കൈമലൊക്കെ ആക്കാട്ടോ. എന്തായാലും ഇപ്പോൾ ഞാനിങ്ങനെ സ്കൂട്ടിയൊക്കെ ഓടിക്കുന്ന കാരണം കൈയൊക്കെ നല്ല സൺ ടാൻ അടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ കൈമലൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഈ ടോണറൊന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നാകൊന്ന് എല്ലായിടത്തും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മറ്റേ ബ്രഷ് കാണാനില്ല. അതിൻ്റെ ആദമും മുഹമ്മദ് എവിടെയോ കൊണ്ടുപോയിട്ട് കേസ്. ആരും പേടിച്ച് വേണ്ടത് കണ്ട നമ്മൾ ഈ ഡോട്ട് ഇട്ടതൊക്കെ അവിടെ ഇങ്ങനെ ഉണങ്ങിയിരിക്കും കേട്ടോ. അതിനാണ് ആ ടോണർ അടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പരത്തുന്നത്. ഇപ്പം ആരെൻ്റെ മുഖത്ത് ഡാർക്ക് സർക്കിളാണ്, ഈ കുരു വന്ന പാടുണ്ടെന്നൊന്നും പറയില്ല കേട്ടോ. അമ്മാതിരി സലീകുമാറിൻ്റെ ആ ലുക്കില്ലേ, നമ്മുടെ ചതിക്കാത്ത ചന്ദ്രനുള്ള ലുക്ക്, അതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ആ കളറായിട്ട് മാറും കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മമ്മത്തിൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മമ്മത്തും നല്ല അടിപൊളിയാണ് കേട്ടോ. മമ്മത്തും ഓലേൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഫേസ് ക്രീമാണ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് തേച്ചാൽ മതി. അപ്പോൾ നല്ലൊരു കവറേജ് കിട്ടും നമുക്ക്. അപ്പോൾ ഏകദേശം അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നേരത്തെ കണ്ട പോലെയല്ലോ, നമുക്ക് ഒരു കവറേജ് കിട്ടിയിട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ അന്ന് കല്യാണത്തിന് പോകുമ്പോൾ ചെയ്തത് കേട്ടോ. പക്ഷെ വെള്ളത്തൊലിച്ചാൽ ഇതൊക്കെ പോകും. അപ്പോൾ നമുക്ക് ഫിക്സിങ് സ്പ്രേ ഒക്കെ ഉണ്ടാവില്ലേ, സെറ്റിങ് സ്പ്രേ, അതൊക്കെ അടിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ കുറേയൊക്കെ നിൽക്കും. എന്നാലും നമ്മുടെ ചൂടും വേർപ്പൊക്കെ അനുസരിച്ചിട്ട് അത് ആകത്തിപ്പോൾ. ഇനി കയ്യിൽ ഞാൻ നേരത്തെ തേച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കാം. അപ്പോൾ കയ്യും മുഖമൊക്കെ സൺടാനും എല്ലാതും പമ്പ കിടന്നു. അപ്പോൾ ഗൈസ് നമുക്കിങ്ങനെ കണ്ടില്ലേ, നേരത്തെ എൻ്റെ മുഖത്ത് ഇങ്ങനെ കണ്ട് ഡാർക്ക് കുരു വന്ന ഡാർക്ക് സ്പോട്ട്സൊക്കെ നല്ല കവറേജ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ണിൻ്റെ അടിയിൽ നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. നല്ല ഫ്രഷ് ലുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി അടുത്തത് നമുക്ക് എന്താ പറയുക, അടുത്തത് നമുക്ക് കേട്ടോ. അടുത്ത നമുക്ക് ലിപ് ബാം ഇട്ടെടുക്കാം. മുഹമ്മദ് അവിടെ വന്നിട്ട് എന്തിനൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ സെബാമേഡിൻ്റെ ലിപ് ബാമാണ്. എൻ്റെ ലിപ് ബാം എന്തായാലും സമ ഉപയോഗിക്കും. അപ്പോൾ സമക്കും കൂടി ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ സെബാമേഡിനെ വാങ്ങിച്ചത് കേട്ടോ. നല്ല ഇതാണ്, 400 ആണെന്തോ റേറ്റ് വരുന്നുണ്ട്. പക്ഷെ നല്ല ലിപ് ബാമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പ്ലമ്മിൻ്റെ കൊക്ക മൊക്ക ഷെയ്ഡാണ് ഞാൻ തേക്കുന്നത് കേട്ടോ. ലിപ്സ്റ്റിക്ക് നല്ലൊരു ന്യൂ ഷെയ്ഡാണ് കേട്ടോ. ഈ ഫോണിൽ എങ്ങനെ മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഈ കൈമേൽ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് സെറ്റാക്കിയതൊക്കെ ഉണ്ടാവില്ല, അതങ്ങനെ ബാക്കി വരും. അപ്പോൾ അതാണ് ഞാൻ ബ്ലഷ് ആയിട്ടൊക്കെ ഉപയോഗിക്കാറ് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കും, 2 സൈഡിൽ ഇട്ട് കൊടുക്കും, പിന്നെ ഇവിടെ ഇട്ട് കൊടുക്കും, ഇവിടെ ഇട്ട് കൊടുക്കും കേട്ടോ.
പ്രത്യേകിച്ച് ബ്ലഷൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല, ഇത് തന്നെയാണ് ഉപയോഗിക്കാറ്. പിന്നെ കണ്ണിൻ്റെ മേലെ ഞാൻ അങ്ങനെ ഐഷാഡൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. എനിക്ക് അത് അങ്ങനെ അത്ര ഇഷ്ടമല്ല. ലിപ്സ്റ്റിക്കും ഈ ബാക്കി വരുന്നത് ബ്ലഷായിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കും. ഇത് സിമ്പിളായിട്ട്. മേക്കപ്പ് ഓവറാണോ? അങ്ങനെ ഓവറൊന്നുമില്ല, സിമ്പിളല്ല. ഞാൻ കൺസീലറുണ്ട്, പിന്നെ കളർ കറക്റ്ററുണ്ട്, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. അതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാട്ടെ. ഞാൻ അത്ര ഒന്നും ഉപയോഗിച്ചിട്ടില്ല. സിമ്പിളായിട്ടുള്ള ലുക്കാണ്. ഇത് കാജൽ ജസ്റ്റ് ഒന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ അങ്ങനെ അത് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. സ്ട്രോക്ക് ക്രീം ഇല്ലേ, അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്നിടത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കൊരു ഷൈനിങ്, ഒരു തിളക്കമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മേക്കപ്പ് അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഐലൈനറും മസ്കാര ഇടണം കേട്ടോ. ആ രണ്ടെണ്ണം, അത് ഞാൻ രണ്ടെണ്ണം വീഡിയോയിൽ ക്യാമറയിൽ നോക്കിയിട്ട് അതിൻ്റെ കണ്ണ് കൊള്ളാവും, മൊത്തത്തിൽ എൻ്റെ മേക്കപ്പ് കൊള്ളാവും. ഞാൻ പോയിട്ട് ഇട്ടിട്ട് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഐലൈനറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഐഷാഡോ ഒന്നും ഇട്ടിട്ടില്ല. ഐഷാഡോ എനിക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷെ ഞാൻ കൂടുതൽ അങ്ങനെ ഉപയോഗിക്കാറില്ല ഐഷാഡോ. ഈ ലിപ്സ്റ്റിക്ക് വരുന്നത് ഇവിടെ ഇട്ട് കൊടുക്കും, പിന്നെ കണ്ണിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇനി മുടി കെട്ടാണ്ട് ഡ്രസ്സ് മാറ്റാണ്ട്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് മുടി കെട്ടാം, അല്ലെങ്കിൽ ഇനി ഡ്രസ്സ് ഇടുമ്പോൾ ആ മുടിയൊക്കെ കൊളാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് മുടി കെട്ടാട്ടാ. ഞാൻ ഡ്രസ്സ് മാറ്റി, അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡ്രസ്സ്. അപ്പോൾ ഞാൻ ഹെയർ എങ്ങനെ സെറ്റ് ചെയ്യണം ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ഇങ്ങനെ ഹെയർ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ പിരിക്കൂട്ടോ. പിരിച്ചിട്ട് ഹെയർ പിന്നിട്ട് അങ്ങനെ വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ എടുക്കും കേട്ടോ. സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ കണ്ടില്ലേ, ഹെയർ ഇങ്ങനെ 1 2 3 അങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് പറഞ്ഞു തരാൻ പറ്റണില്ല. അപ്പോൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്ന് എല്ലാവർക്കും അറിയുണ്ടാവും. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തുള്ളത്. അങ്ങനെ ഇങ്ങനെ 3 1 2 3 അങ്ങനെയാണ് ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടാണ്. ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ അന്ന് കല്യാണത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഒരു ചോക്കറും കമ്മലും പിന്നെ ഒരു വാച്ചും സിമ്പിളായിട്ട് മുഹമ്മദ് വന്ന് നോക്കിയിട്ടോ. എങ്ങനെയുണ്ട് മാമ ഉമ്മച്ചിനെ കാണാൻ? അടിപൊളിയായിട്ടുണ്ടാ? എങ്ങനെയുണ്ട്? പൊളിയായില്ലേ? സുന്ദരിയായില്ലേ? അപ്പം നമ്മുടെ മോമോൻ്റെ ഒക്കെ കേട്ടിട്ടില്ലേ ഞാൻ സുന്ദരിയായിട്ടുണ്ടെന്ന്. അപ്പം നമുക്ക് ഞാൻ ആ മാലയും കമ്മലൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് മാല വരുന്നത് കേട്ടോ. നല്ല അടിപൊളി മാലയാണ്. ഇതൊക്കെ നിഷാനാൻ്റെതാണ്, എൻ്റേതായിട്ട് ഒന്നുമില്ല. എൻ്റേത് ആ വാച്ചുണ്ട്, വേറൊന്നുമില്ല. ഇത് നിഷാനാൻ്റെ കേട്ടോ. ഇത് ഇൻസ്റ്റാ പേജിൽ നിന്ന് വാങ്ങിയതാണ് അവൾ. പിന്നെ അതിലേക്ക് മാച്ച് ആക്കിയിട്ട് നല്ലൊരു ഇയറിങ്സ്. മാച്ച് എന്ന് പറയുന്നത് എല്ലാത്തിൽക്കും ഇടാലോ വെച്ചിട്ടാണ് ഗോൾഡ് കളർ അവൾ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ച് മാറ്റിയിട്ടാണ് ഞാൻ കല്യാണത്തിന് പോയത്. അപ്പോൾ നമുക്ക് അങ്ങനെ മാല ഇട്ടിട്ടോ. ഇതാണ് മാല വരുന്നത്, കണ്ടില്ലേ? നല്ല അടിപൊളി. ഇത് കമ്മൽ, നമുക്ക് കമ്മലിടാം. കമ്മൽ അടിപൊളി സെറ്റാണ്. ഞാനങ്ങനെ ലെങ്ത്തുള്ള കമ്മലൊന്നും അങ്ങനെ ഇടലില്ല. പാർട്ടി കല്യാണമൊക്കെ ആകുമ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. എപ്പോഴും ഞാൻ കമ്മലങ്ങനെ ലോങ് ആയിട്ടുള്ളതൊക്കെ ഇഷ്ടമല്ല. ഡെയിലി യൂസ് ആണെങ്കിലും ഞാൻ സ്റ്റഡ് ആണ് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എൻ്റെ സ്ഥിരം വാച്ച്, ആ വാച്ചിലാണ് ഞാൻ എവിടെയും പോകാറില്ല. ആ വാച്ച് കിട്ടും. പിന്നെ ഒരു മോതിരമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ അങ്ങനത്തെ ലുക്ക് വരുന്നത്. ഇത്ര ഉള്ളൂ. നല്ല അടിപൊളി വർക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? പട്ടിഷൊക്കെ ഒറ്റും കുറേ
പട്ടിഷോ ഒട്ടും കുറയ്ക്കരുത് നമ്മളെ ഡ്രസ്സല്ലെങ്കിലും സ്വന്തം ഡ്രസ്സല്ലെങ്കിലും ആരാൻ്റെ ഡ്രസ്സാണെങ്കിലും നമ്മൾ മുതലാക്കുന്നത്. നിശാന കേട്ടാ ഈ വ്ളോഗ് കണ്ടാൽ ചിലപ്പോൾ എനിക്ക് ഡ്രസ്സ് തരൽ നിർത്തുമായിരിക്കും നിശാന. അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടിയ ഡ്രസ്സ് നമുക്ക് എന്തായാലും വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് ഇടാം. അപ്പോൾ ആരും ഇത് എൻ്റെ ഡ്രസ്സല്ല, എൻ്റെ താത്താൻ്റെ ഡ്രസ്സാണ്. അവൾ ഡ്രസ്സ് ഭ്രാന്തിയാണ്. അപ്പോൾ അവൾ ഡിസൈൻ ചെയ്യിപ്പിച്ച ഡ്രസ്സാണ് കേട്ടോ. ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അടിപൊളി ഡ്രസ്സാണ്. നല്ലൊരു കളർ കോമ്പിനേഷൻ കേട്ടോ. കണ്ടില്ലേ? ഇതാണ് ഇട്ടത്. എങ്ങനെയുണ്ട് പൂച്ചിന്റെ ലുക്ക്? എങ്ങനെയുണ്ട് പറ, ലുക്ക് എങ്ങനെയുണ്ട് പറ. അപ്പോ ഉമ്മച്ചിന്റെ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടിയിലുള്ള ബെൽ ബട്ടൺ കൂടി അടിക്കാം. ബൈ ബൈ.